വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഫിദ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ മജ്ബൂസ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അതിലേക്ക് വേണ്ടിയത് ചിക്കൻ, ബിരിയാണീൻ്റെ അരി, പിന്നെ ഉള്ളി, ചെറിയുള്ളി, കുരുമുളക്, ഇഞ്ചി അരച്ചത്, ഒരുള്ളി, 3 തക്കാളി, ഗരം മസാലൻ്റെ പൊടി, പിന്നെ പട്ട, ഏലക്ക, ജീരകം, നല്ല ജീരകം, അങ്ങനെ അതിലുള്ള എല്ലാ സാധനവും വേണം കേട്ടോ. പിന്നെ നമുക്കൊരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ കേട്ടോ നെയ്യ് ഒഴിക്കുന്നത്. എന്നിട്ട് അത് ഇത്തിരി വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഓയിലും കൂടി ചേർക്കാം കേട്ടോ. അങ്ങനെ അതിലേക്ക് ഓയിലും പാടി ചേർത്തിട്ട് പിന്നെ അതിലേക്ക് വേണ്ടിയത് നമ്മൾ മാറ്റിയെടുത്ത് വെച്ച ഉള്ളി, പിന്നെ പട്ട, ഉള്ളി ഇട്ടിട്ട് നമ്മൾ ഇനി പട്ട ഇടണം, ജീരകം ഇടണം, നല്ല ജീരകം ഇടണം. അങ്ങനത്തെ നമ്മൾ നേരത്തെ കാണിച്ച ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടാം കേട്ടോ. അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. അങ്ങനെ അതിലേക്ക് വേണ്ടിയതൊക്കെ ഇട്ടുകണ്. ഇനി കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ, ജീരകം അതൊക്കെ ഇടാം കേട്ടോ. ആ ഉള്ളി നല്ലോണം വാടിയിട്ട് നല്ലോണം വാടി വരണം കേട്ടോ. ആ ഉള്ളിയും ഏലക്കയും അതിലിട്ട എല്ലാ സാധനങ്ങളും നല്ല വരണ്ട് വന്നാലേ അതിന് ഇത്തിരി പോയി ടേസ്റ്റ് കൂടുള്ളൂ. പിന്നെ തക്കാളി വേണം കേട്ടോ. തക്കാളി മാറ്റി വെച്ച 3 തക്കാളി വേണം. ഇത് പിന്നെ മാറ്റി വെച്ച ആ അരച്ച് വെച്ച സാധനങ്ങളാണ് ഇഞ്ചിയും വെള്ളുള്ളിയും പിന്നെ കുരുമുളകും. ഇത് 3 അരച്ച് വെച്ച സാധനങ്ങളാണ് കേട്ടോ അതിലുള്ള. ഇപ്പം നല്ലോണം എന്താ പറയുക, ആ ഉള്ളി വാട്ടി വരുന്ന വരെ അതിന് ടൈം കൊടുക്കലേ. പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി നേരത്തെ കണ്ട ആ പാക്കറ്റ് ഗരം മസാലേൻ്റെ പൊടീൻ്റെ പാക്കറ്റേനു കേട്ടോ. അപ്പോൾ അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും പാടും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഇത്തിരിമ്പാടി അതിന് ടേസ്റ്റ് കൂടിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഈ മല്ലിപ്പൊടിയും പാടി ചേർത്തത് കേട്ടോ. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ അടിച്ച് വെച്ച തക്കാളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ചെടുത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് ഇത്തിരി കട്ടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം പാടി ചേർക്കണം കേട്ടോ. എന്നാലേ അതിനിത്തിരി എന്താ പറയുക, ആ മസാലയൊക്കെ ഒന്നായിട്ട് അതിൽ പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചോട്ടിലേക്ക് മസാല ഉണ്ടാവില്ല. ഇപ്പം ഇത്തിരി വെള്ളം പാടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് തിളച്ച് വന്നാലേ ചിക്കൻ ഇടാൻ കഴിയുള്ളൂ. അതിന് മുന്നേ നമ്മൾ ഒരു കാര്യം മറന്നു, ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതിയേ. അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് നമ്മൾ കുറച്ചും പാടി ഇട്ടിക്കണം. എന്താ വെച്ചാൽ അത് ഇല്ലാത്ത പോലെ തോന്നി ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ചും പാടി ഉപ്പിട്ടത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ അതിലേക്ക്.
പിന്നെ ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കന് നല്ലോണം അതിലേക്ക് മുങ്ങി നിൽക്കണ പോലെ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. അതിലേക്ക് എന്താ പറയുക, അതിലേക്ക് നിൽക്കണം, സാധാ അത്യാവശ്യം മുങ്ങി നിൽക്കണ രീതിയിൽ വെക്കണം കേട്ടോ. അങ്ങനെ ഇതാ ചിക്കന് ഫുള്ളും വെന്ത്, ഇനി ആ ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ചോറിൻ്റെ ഒപ്പം അത് ചിക്കൻ വെച്ചാൽ വീണ്ടും വെന്ത് ഒന്നായിട്ട് എന്താ പറയുക, നല്ലോണം വെന്തിട്ട് ചിക്കനൊന്നും ഉണ്ടാവില്ല, അതില്ല എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനോണ്ട് പിന്നെ ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ചിക്കൻ വേണമെങ്കിൽ ഒന്നും പാടി എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. വേണ്ടിയവർക്ക് മാത്രം, നമ്മളങ്ങനെ ചെയ്യണില്ല എന്നേ ഉള്ളൂ. പക്ഷെ വേണ്ടിയവർക്ക് ഇതാക്കാം കേട്ടോ. പിന്നെ ചോറ് വെക്കാൻ അതിൽ തന്നെ ആ കാര്യത്തിൽ തന്നെ കുറച്ചും പാടി ആവശ്യത്തിന് ചോറിന് വേണ്ടി അത്ര വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയുക, ചോറ് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് വെള്ളം പതിച്ച് വരുന്നുണ്ട്. ഈ വെള്ളം പതിച്ചതിലേക്ക് നമുക്ക് നെയ്ച്ചോറിൻ്റെ ബിരിയാണീൻ്റെ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇനി അത് പതിച്ച് എന്താ പറയുക, സാധാ അരി വേവണ പോലെ വെന്ത് വരണം. വെള്ളമൊക്കെ വറ്റിയിട്ട് സാധാ അരി വേവണ പോലെ അത് വെന്ത് വരണം കേട്ടോ. അതിലേക്ക് ഫുള്ളിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് മാത്രമേ അത് മൂടി വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഫുള്ള് ആക്കി കഴിഞ്ഞതാ ഇതേപോലെ ഉണ്ടാവും ചോറ് എന്തായാലും ഇതേപോലെ ഉണ്ടാവും. പിന്നെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് വീട്ടിൽ